ഈ ഒരു വീഡിയോ വിവാദമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നടന്ന +2 മാത്സ് എക്സാം തീരെ ശരിയില്ല, കുട്ടികളോട് ചെയ്ത അനീതിയാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളും തിരിച്ചു ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം വളരെ കുറവാണെന്ന് പലരും പറയുന്നില്ലേ, അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ മാത്സ് എക്സാം ടഫായത്? അപ്പോൾ കേരളത്തിൽ ഉടനീളമുള്ള കുട്ടികൾക്ക് എക്സാം ടഫാണല്ലോ, അതുകൊണ്ട് എന്താ കുഴപ്പം, കുട്ടികൾ നേരത്തെ പഠിക്കണമായിരുന്നു എന്നുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ല. ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബോധപൂർവമുള്ള ഒരു ചതി ഇതിലുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അത് ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം തന്നെ ഈ വീഡിയോയുടെ സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായിട്ട് പുറത്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇന്ന് മാത്സ് എക്സാം +2 നടന്നു കഴിഞ്ഞപ്പോൾ എക്സാം എഴുതി ഒരു 1 അവറിനുള്ളിൽ നമ്മൾ ഇട്ടൊരു പോളിൽ ഓൾമോസ്റ്റ് 3400ഓളം പേര് വോട്ട് ചെയ്തു. അതിൽ 91% കുട്ടികൾ ഹാർഡാണെന്ന് പറഞ്ഞത്. ആവറേജ് കുറവാണ്, വെറും 1.5% അടുത്ത് മാത്രമാണ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചു ചോദിക്കാനുള്ള ചാൻസ്, അത് നിങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ അതിൽ കുട്ടികൾ വല്ലാണ്ട് ആകൃഷ്ടരായിട്ട് എക്സാമിൻ്റെ തലേ ദിവസത്തെ ലൈവുകൾ മാത്രം കണ്ടുകൊണ്ടാണ്, അല്ലാതെ എന്തല്ല അത് സ്കൂളിൻ്റെയോ ബാക്കി സിസ്റ്റത്തിൻ്റെയോ ഫെയിലിയർ അല്ല എന്നുള്ള ഒരു വാദം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു പോൾ ഇട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗം ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മാത്സ് എക്സാമിന് വന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇന്ന് വന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ സ്കൂളിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരുന്നു. ഹോണസ്റ്റായി റിവ്യൂ പറയാൻ പറഞ്ഞു. വിത്തിൻ 20 മിനിറ്റ് ഞാൻ എടുത്ത സ്ക്രീൻഷോട്ടാണിത്. അതിൽ 97% കുട്ടികളും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ വെറുതെ ചുമ്മാ പറയുന്നതല്ല, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ടൈപ്പ് ചോദ്യം സ്കൂളിൽ പഠിപ്പിച്ചില്ല എന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന് കണ്ട മെജോറിറ്റി ചോദ്യങ്ങളും സാധാരണ ഒരു ആവറേജ് ആയിട്ടുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സാധാരണ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിച്ച കുട്ടികൾക്ക് പലപ്പോഴായിട്ടും ടീച്ചേഴ്സോ അല്ലെങ്കിൽ സ്കൂളിലെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടോ കുട്ടികൾക്ക് പഠിപ്പിക്കാത്ത ടൈപ്പ് ചോദ്യങ്ങളാണ്. ഇനി മോഡൽ എക്സാമിൻ്റെ കേസ്, മോഡൽ എക്സാം എന്തിനായിരുന്നു നടത്തിയത് എന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് സംശയമാണ്. മോഡൽ മാതൃകാ പരീക്ഷ എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാമിന് മുന്നോടിയായി കുട്ടികൾക്ക് പ്രിപ്പറേഷൻസ് നടത്താനും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു എക്സാം ആയിരുന്നു. അത് നല്ല രീതിയിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് വിട്ടു. മോഡൽ മാത്സ് എക്സാമിൻ്റെ കേസ് നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാ. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു യൂണിറ്റ് എക്സാമിൻ്റെ ലാഘവം പോലും ഇല്ലാത്ത എല്ലാ ചാപ്റ്ററിനെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ച ഒരു എക്സാം ആയിരുന്നു. കുട്ടികൾ അത് കണ്ട് കോൺഫിഡൻസിന്റെ പുറത്ത് അതേ മോഡലിലെ മാത്സ് എക്സാം എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. എന്തിനായിരുന്നു ആ മോഡൽ എക്സാം നടത്തിയത്? അതൊരു പ്രാങ്ക് എക്സാം ആയിരുന്നില്ല സത്യത്തിൽ. മോഡൽ എക്സാമും പബ്ലിക് എക്സാമും തമ്മിൽ എന്തെങ്കിലും ബന്ധം വേണ്ടേ? ഇതൊരു ബന്ധവുമില്ല. ഇനി ഈ വീഡിയോയുടെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ വിവാദമാൻ സാധ്യതയുള്ള ബോധപൂർവമായിട്ടുള്ള ചില ഇടപെടലുകൾ ഇതിലുണ്ടെന്ന് ഞാൻ സംശയിക്കാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. അത് കീമുമായി ബന്ധപ്പെട്ട. കീമിൻ്റെ കേസിൽ നിങ്ങൾ എക്സാം എഴുതുന്നവരുണ്ടാവും, എക്സാം എഴുതാത്തവരുണ്ടാവും. പക്ഷേ നിങ്ങളിത് പൂർണ്ണമായിട്ട് കേൾക്കണം. എന്തുകൊണ്ടായിരിക്കും മോഡൽ എക്സാം എളുപ്പാക്കി മാത്സിൻ്റെ കേസിൽ എസ്പെഷ്യലി ഇത് ഡിഫിക്കൽട്ടായി? അതും കിഡിലൻ ടഫ് ചോദ്യങ്ങളാണ്. ആ കുറഞ്ഞ സമയത്ത് കുട്ടികൾക്ക് തീരെ പ്രാക്ടീസ് ഇല്ലാത്ത ഒരു കുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. ഈവൻ NCERT ഇല്ലാത്ത ചോദ്യങ്ങളും അവിടെ ഉണ്ട്. റെഡി? അപ്പോൾ അതിൽ കീമിൻ്റെ കേസ് എന്താണ്? കീമിൻ്റെ റോൾ ഇതിൽ CBSE ലോബിക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് എനിക്ക് പറയാൻ എൻ്റെ കയ്യിൽ ഹാർഡ് പ്രൂഫ്സ് ഒന്നുമില്ല, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്, എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് വിവരമുണ്ട്, ഇതിൽ പങ്കില്ലെന്ന് തോന്നാത്തവർ വളരെ ചുരുക്കമായിരിക്കും. നോക്കിക്കോ, കീമിൻ്റെ കേസിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ 50% മാർക്ക് കിടക്കുന്നത് ബോർഡ് എക്സാമിനാണ്, 50% മാർക്ക് കിടക്കുന്നത് എൻട്രൻസ് എക്സാമിനാണ്. എൻട്രൻസ് എക്സാം ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ചവരാണെങ്കിലും CBSE സിലബസ് പഠിച്ചവരാണെങ്കിലും ഒരുപോലെ എക്സാം എഴുതാൻ പോവുകയാണ്. ഓക്കെ, പോട്ടെ. അതിന് പ്രോപ്പർ കോച്ചിങ് വേണം. അവിടെ പ്രിവിലേജ് ഇല്ലാത്തവർക്കൊന്നും കോച്ചിങ് കിട്ടുന്നില്ല, അവർ കീമിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഔട്ട് ആവുന്നുണ്ട്. അത് വേറെ കാര്യം, അത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ബോർഡ് എക്സാം അതിപ്പോൾ സ്റ്റേറ്റ് പിള്ളേരാണെങ്കിലും CBSE പിള്ളേരാണെങ്കിലും എഴുതുന്നുണ്ട്. സ്റ്റേറ്റ് സിലബസിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചതിക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിയോ, കീമിൻ്റെ കേസിൽ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ 3 സബ്ജക്ട്സ് ആണ് കൺസിഡർ ചെയ്യുക. +2ൻ്റെ മാർക്ക് മാത്രമാണ് കൺസിഡർ ചെയ്യുക. +2ലെ CE, +2ലെ TE, പിന്നെ പ്രാക്ടിക്കൽ എക്സാം കൂടി കൺസിഡർ ചെയ്യും. അപ്പോൾ എല്ലാ സബ്ജക്റ്റും 120 അല്ലേ? അതായത് CE 20,
തിയറി 60, പ്രാക്ടിക്കലിന് 40. ഇതെല്ലാം കൂടി 120 മാർക്കാണ് ഒരു സബ്ജക്റ്റിന് ഉണ്ടാവുക. എന്നാൽ 5:3:2 എന്ന് പറഞ്ഞ റേഷ്യോയിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഉണ്ട്. അതായത് മാത്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, 50% മാത്സാണ്. അപ്പോൾ നമ്മൾ 300 എന്ന് പറഞ്ഞ ഒരു സ്കോറിലേക്ക് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യും അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുന്ന പ്രൊസീജിയർ ഉണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 300ലേക്ക് മാറും. എല്ലാ സബ്ജക്റ്റും 120 120 120 എന്നുള്ള സാധനം 360 ആവില്ലേ? ആ 360നെ 300ലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നോർമലൈസ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യും. അതിന് ഉപയോഗിക്കുന്ന ഫോർമുല 5:3:2 ആണ്. അപ്പം 300ൽ 150 മാർക്ക് മാത്സ്, പകുതി മാർക്ക് മാത്സ് ആണ്, 90 മാർക്ക് ഫിസിക്സ് ആണ്, 60 മാർക്ക് മാത്രമേ കെമിസ്ട്രി ഉള്ളൂ. ഇനി ഈ വർഷം നടന്ന +2 എക്സാം, ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഈ വർഷം നടന്ന +2 എക്സാമിൻ്റെ കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏറ്റവും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മൂന്നും കഴിഞ്ഞു. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള എക്സാം ഏതായിരുന്നു? കെമിസ്ട്രി. വെയിറ്റേജ് കുറവാണ്. ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ കെമിസ്ട്രി എക്സാം എന്തായിരുന്നു? വളരെ വളരെ ഈസി. പലർക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടും. 55 to 60 മാർക്ക് മെജോറിറ്റി പേർക്കും കിട്ടും. വെയിറ്റേജ് പക്ഷേ കുറവാണ്. ഫിസിക്സ് എക്സാം ഒരു ആവറേജ്. ഫിസിക്സ് എക്സാം നമുക്കൊരു ആവറേജ് ആയിട്ട് കണക്ക് കൂട്ടാം. വല്ലാണ്ട് ഈസി അല്ല, വല്ലാണ്ട് ടഫും അല്ല. എന്നാൽ മാത്സ് എക്സാം ഹാർഡായി. ദാറ്റ് മീൻസ് ബോർഡ് എക്സാം മാത്സ് ഹാർഡായതോടുകൂടി ആ 150 മാർക്കിൽ നല്ലൊരു ശതമാനം മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത അവിടെ വരുന്നുണ്ട്. ഇത് പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. എക്സാമ്പിൾ വെച്ച് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ +2ൻ്റെ മാർക്ക് വെച്ചിട്ടാണല്ലോ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഞാൻ 2 സിനാരിയോ വെച്ച് പറഞ്ഞുതരാം. ഒന്ന്, ഇപ്പോൾ നടന്ന പോലെ ഫിസിക്സ് മാത്സ് ടഫായി, ഫിസിക്സ് കുഴപ്പമില്ല, കെമിസ്ട്രി എളുപ്പമായിരുന്നു. അതാണ് ഇപ്പോഴത്തെ സിനാരിയോ. ഇതാണല്ലോ സിനാരിയോ. ഈ സിനാരിയോ നോക്കുകയാണെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, CE, TE, PE, പ്രാക്ടിക്കൽ, പിന്നെ ടോട്ടൽ. നിങ്ങൾ നോക്കിക്കോ, അതായത് ഒരു കുട്ടി സിയും പിയും ഫുൾ വാങ്ങിയിട്ടുണ്ട്. അതായത് പ്രാക്ടിക്കലിലും സിയും ഫുൾ മാർക്കാണ്. അപ്പോൾ 20 എല്ലാ സബ്ജക്ട്സിനും CE ഉണ്ട്, പ്രാക്ടിക്കൽ 40 വീതം എല്ലാ സബ്ജക്ട്സിനും വാങ്ങി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഇനി തിയറി എക്സാം, ഇന്നത്തെ എക്സാം ടഫ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രിപ്പയർ ചെയ്തൊരു കുട്ടിക്ക് മാത്സിന് 20 മാർക്ക് വാങ്ങി നിങ്ങൾ വിചാരിക്കും. ഓക്കെ, ഫിസിക്സിന് 40 മാർക്ക് വാങ്ങി, കുഴപ്പമില്ലാത്ത എക്സാം ആയിരുന്നു. കെമിസ്ട്രി എക്സാം എളുപ്പമായതുകൊണ്ട് ആ കുട്ടി 60 മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാത്സ് ആ കുട്ടി ടോട്ടൽ 80 മാർക്കാണ് വാങ്ങിയത്. എത്ര? 120. ഫിസിക്സ് 120ൽ 100 വാങ്ങിയത്. കെമിസ്ട്രി 120 തന്നെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൂടി കൂട്ടി 360 സ്കോർ. അവിടെ ഒരു നോർമലൈസേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ പരിപാടിയുണ്ട്. അത് നോർമലൈസ് ചെയ്ത സ്കോർ എത്ര ആയിരിക്കും അറിയോ? അതായത് മാത്സിൽ ആ കുട്ടി വാങ്ങിയ സ്കോർ ഇത് ടോട്ടൽ 80 ആണെങ്കിലും അത് 150ൽ ആ കുട്ടി 100 വാങ്ങി എന്നാണ് കൺസിഡർ ചെയ്യുക. അതൊരു ഇക്വേഷൻ വെച്ച് കാണാൻ പറ്റും. അത് ഞാൻ ഇതിൽ പറയുന്നില്ല, ജസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഫിസിക്സ് ആ കുട്ടി 100 മാർക്ക് വാങ്ങിയെങ്കിലും 75 മാർക്കേ കണക്ക് കൂട്ടുള്ളൂ. അവിടെയാണ് ആ പ്രശ്നം. കെമിസ്ട്രി ആ കുട്ടി ഫുൾ മാർക്ക് വാങ്ങി, പക്ഷേ കെമിസ്ട്രിയിൽ 60 മാർക്കേ വാങ്ങുള്ളൂ. അത് സ്റ്റാൻഡേർഡൈസേഷനാണ്, കുഴപ്പമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഔട്ട് ഓഫ് 300 നോർമലൈസേഷന് ശേഷം കീമിൻ്റെ ബോർഡ് എക്സാം മാർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ എത്രയേ ഉണ്ടാവുള്ളൂ? 235 മാർക്കേ കുട്ടി വാങ്ങുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് നല്ല മാർക്കല്ലേ? വെയിറ്റ്. ഇനി സിനാരി ഒന്ന് ഫ്ലിപ്പ് ചെയ്തേ. വെയിറ്റേജ് കൂടിയ മാത്സ് ഇവിടെ ഹാർഡായിരുന്നു, വെയിറ്റേജ് കുറഞ്ഞ കെമിസ്ട്രി ഈസി ആയിരുന്നു. ഇനി സിനാരി ഒന്ന് ഫ്ലിപ്പ് ചെയ്തേ. വെയിറ്റേജ് കൂടിയ ബോർഡ് എക്സാമിൻ്റെ വെയിറ്റേജ് കൂടിയ മാത്സ് എളുപ്പമായി, ഫിസിക്സ് അതേപോലെ തന്നെ, കെമിസ്ട്രി ഹാർഡായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോ. ഈ സിനാരിയോയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, CE 20 തന്നെ, പ്രാക്ടിക്കൽ 20 തന്നെ. മാത്സ് എക്സാം എളുപ്പമായിരുന്നു, അതായത് മോഡൽ എക്സാമിനൊക്കെ പല കുട്ടിക്ക് ഫുൾ മാർക്കാണ്. മാത്സ് എക്സാം എളുപ്പമായിരുന്നുവെങ്കിൽ ആ കുട്ടി 60 വാങ്ങി വിചാരിക്കുക. ലെറ്റ്സ് ഒരു 50, ഞാൻ 60 തന്നെ വെച്ച് പറയുന്നു. എളുപ്പമായി, നല്ല പഠിക്കുന്ന കുട്ടി 60 തന്നെ വാങ്ങി, കുഴപ്പമില്ലാത്ത എക്സാം, വളരെ ഈസി എക്സാം ആയിരുന്നു. ഫിസിക്സ് സെയിം മാർക്ക്, കെമിസ്ട്രി ടഫ് ആയതുകൊണ്ട് 20 മാർക്ക്. പക്ഷെ അവിടെ ആ സ്കോർ മാറുന്നത് കണ്ടോ? 300ൽ 180 മാർക്കായിട്ട് ആ കുട്ടീൻ്റെ മാത്സ് ഉയർന്നു. ഫിസിക്സ് ആ 75 തന്നെ, കെമിസ്ട്രി 40 തന്നെ. ഇവിടെ 60 ഉള്ളത് 40 ആയിട്ടേ കുറയുള്ളൂ. ഇപ്പോൾ ടോട്ടൽ എത്രയാ? 265. 300ൽ 265 മാർക്ക് ആ കുട്ടിക്ക് ഉണ്ടാവും. അതായത് മാത്സ് എക്സാം ഇന്ന് നടന്ന പോലെ ഡിഫിക്കൽട്ട് അല്ലായിരുന്നെങ്കിൽ, മോഡൽ എക്സാം പോലെ ആണെങ്കിൽ ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന മാർക്ക് എത്രയായിരുന്നു? വ്യത്യാസം ഉണ്ടായിരുന്നു. ഈവൻ ദെൻ കെമിസ്ട്രി ടഫാന്ന് കൺസിഡർ ചെയ്തിട്ടാണെങ്കിൽ തന്നെ 30 മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബോധപൂർവമായുള്ളൊരു ശ്രമം. കറക്റ്റാ വെയിറ്റേജ് അങ്ങനെ തന്നെയല്ലേ വരുന്നത് അല്ലേ? ഏറ്റവും വെയിറ്റേജ് കൂടിയ മാത്സിന് എന്താണ്? ഹൈറ്റ് ടു ഹാർഡ് എക്സാം നടത്തി. ആൻഡ് ഫിസിക്സിന് എന്ത് നടത്തി? ഫിസിക്സിന് കുഴപ്പമില്ല, ആവറേജ് ആക്കി. ഏറ്റവും വെയിറ്റേജ് പറഞ്ഞാൽ കെമിസ്ട്രി അങ്ങ് ഈസി ആക്കി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിങ്ങനെ തന്നെ അല്ലേ? മാത്സ് പൊതുവെ ഹാർഡല്ലേ? വെയിറ്റ്. എടാ, ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് CBSE സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് പുറകോട്ട് പോകും. കാരണം സ്റ്റേറ്റ് സിലബസിൽ എന്തായാലും ഞാൻ പറഞ്ഞ വെയിറ്റേജ് നടക്കും. കാരണം ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ
അവിടെ നോർമലൈസേഷൻ സ്കോർ ഇങ്ങനെ തന്നെ. പക്ഷേ CBSEൻ്റെ കേസിൽ പൊതുവേ ഫുൾ മാർക്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട്, ആ ടോപ്പേഴ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് നോർമലൈസേഷനിൽ വളരെ കുറഞ്ഞ മാർക്ക് സ്കോർ ചെയ്തവർ പോലും ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങും. സോ നിങ്ങൾ പിന്തള്ളപ്പെടും. അതിൻ്റെ ഉത്തമ ഒരു പ്രൂഫാണിത് അവിടെ. കഴിഞ്ഞ വർഷത്തെ കീം എക്സാമിൻ്റെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ, എഞ്ചിനീയറിംഗിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 100 റാങ്ക്സിൽ വെറും 21 പേരെ സ്റ്റേറ്റിലുള്ളവരുള്ളൂ. 79 പേര് CBSE പഠിച്ചവരാ. ഓക്കെ, ആദ്യത്തെ 5000 റാങ്കുകളിൽ 1796 പേരെ സ്റ്റേറ്റ് പഠിച്ചവരുള്ളൂ. 2960 CBSE പിള്ളേരാ. ബാക്കി ICSE ഒക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പലപ്പോഴും ഇതിൻ്റെ ബാക്കിൽ ഒരു ആരോപണം ഉള്ളതാണ്. ഞാനായിട്ട് തുടങ്ങി വെക്കുന്നതല്ല, വർഷങ്ങളായിട്ടുള്ളതാണ്. കീമിൻ്റെ പിറകിൽ പ്രോപ്പറായിട്ട് ഒരു CBSEയുടെ എന്താണ് ഒരു സിൻഡിക്കേറ്റ് അല്ലെ മാഫിയ ഉണ്ടെന്ന് പറയാം. സിനിമയെ കാണുന്ന ഭീകര സംഘമൊന്നുമല്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ബോധപൂർവമോ അല്ലാതെയോ എന്ത് ചെയ്യുന്നുണ്ട്? അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന, സാധാരണ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന, പ്രത്യേകിച്ച് കോച്ചിങ്ങിനൊന്നും പോവാത്ത മിടുക്കരായ കുട്ടികളെ കീമിൽ മുന്നോട്ട് ആദ്യത്തെ ടോപ്പ് റാങ്ക്സിൽ എത്തുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്? സിസ്റ്റമാറ്റിക് ആയിട്ട് തഴയപ്പെടുന്നുണ്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ വീഡിയോയിൽ മനസ്സിലാവാത്ത പാട്ട് ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കാണാം. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ വർഷത്തെ ഈ റിസൾട്ട്സുമായിട്ട് നിങ്ങൾ ഒന്ന് തട്ടിച്ച് നോക്ക്. എനിക്ക് ഉറപ്പാണ് ഈ വർഷം റിസൾട്ട് വരുമ്പോഴും ഇതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ആദ്യത്തെ 100 റാങ്കിലും മെജോറിറ്റി, അതായത് 79% കഴിഞ്ഞ വർഷം CBSE ആണെങ്കിൽ മേ ബി ഇത്തവണ അതിലും കൂടുതൽ പെർസെൻറ്റേജ് ആദ്യത്തെ ടോപ്പ് റാങ്ക്സ് CBSEക്കാരായിരിക്കും. ആദ്യത്തെ 5000 റാങ്കിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സോ ഇവിടെ എവിടെയൊക്കെയോ എന്തുണ്ട്? ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു ഹാർഡ് പ്രൂഫൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ ഇത് വെച്ച് ആലോചിച്ചാൽ അരി ഭക്ഷണം കഴിക്കുന്ന ആർക്കും ഇത് പറയാൻ പറ്റും. സ്റ്റേറ്റ് പിള്ളേർ മോശക്കാരോ അല്ലെ CBSEക്കാർ കൊമ്പുണ്ടായിട്ടൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. സ്റ്റേറ്റ് പിള്ളേരും CBSEയിലും പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതൊരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഈ സിസ്റ്റം എന്നെങ്കിലുമൊക്കെ ഒന്ന് മാറണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സ്റ്റാൻഡേർഡൈസേഷൻ സ്കോർ ഇങ്ങനെ അല്ലായിരുന്നു, നോർമലൈസേഷൻ സ്കോർ ഇങ്ങനെ അല്ലായിരുന്നു. അതിനെതിരെ ഇപ്പോൾ എഡ്യൂപോർട്ട് ആണെങ്കിലും പലരാണെങ്കിലും ഹൈക്കോടതി, സുപ്രീം കോടതി വരെ പോയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങൾ ഇത് പരിഹരിക്കുന്നതായിരുന്നു പറഞ്ഞത്. ഈ വർഷം ആ സ്കോറിങ്ങിന് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തു? ഇതുപോലെ എക്സാം നടത്തിപ്പിൽ അവിടെ എന്ത് ചെയ്തു? ചതിക്കപ്പെട്ടു. ഇതിൽ വീണ്ടും ഞാൻ പറയല്ലോ, കറുത്ത കരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി മോഡൽ എക്സാം എളുപ്പമാക്കി പബ്ലിക് എക്സാം ടഫാക്കിയപ്പോൾ അതിൽ ഒരു സിസ്റ്റമാറ്റിക് അല്ലാതെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം മോഡലായിട്ട് ഒരു ബന്ധമില്ലാത്ത പബ്ലിക് അങ്ങനെ വരൂലടാ, അങ്ങനെ വരില്ല. എന്തെങ്കിലുമൊക്കെ ബന്ധം വരണ്ട. അറ്റ്ലീസ്റ്റ് വെയിറ്റേജോ എക്സാം പാറ്റേൺ ഒരു വെയിറ്റേജും ഇല്ല. അപ്പോൾ ഇത് ബോധപൂർവം തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേ ഫീലിംഗ് ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് നിങ്ങളൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ, നിങ്ങൾ ട്രാഫിക് സിനിമ കണ്ടുണ്ടാവും, നിങ്ങളൊന്നും കാര്യമായി ചെയ്തില്ലെങ്കിൽ ഏതൊരു ദിവസത്തെ പോലെ, ഏതൊരു റിസൾട്ട് പോലെ, ഏതൊരു എക്സാം പോലെ ഇത് അതേപോലെ കടന്നു പോകും. നിങ്ങൾക്ക് ഇതിലൊരു അനീതി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചതി ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഇതെന്ത് സംഭവിക്കും? നമ്മൾ ഒരു കഴുതകളെ പോലെ ഇതിങ്ങനെ എന്നും അനുഭവിച്ച് പേറി പോകേണ്ടി വരും. അടുത്ത വർഷത്തെ കുട്ടികൾക്കും ഇതേ ഒരു പ്രശ്നം തന്നെ നേരിടും. മേ ബി ഇത് നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും ബന്ധപ്പെട്ടവരടുത്തേക്ക് എത്തിക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് വേണ്ടത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിവ് നൽകാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതിനെതിരെ ഒരു ശബ്ദമുയർത്താൻ നിങ്ങൾ ശ്രമിക്കുക. മാക്സിമം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ അക്രമം അയച്ചുവിടാനോ ആരോപണം ഉന്നയിക്കാനോ അല്ലെങ്കിൽ തെറി വിളിക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനെതിരെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് ഒരു ഫെയർ ചാൻസ് ഇതുവരെ നൽകാത്തത്? വർഷങ്ങളായി ഇത് കേൾക്കുന്ന ആരോപണമാണ്. അത് ഒരു രീതിയിൽ സോൾവ് ചെയ്യുമ്പോൾ അത് വേറെ രീതിയിൽ തിരിച്ചു വരുന്നു. അവിടെയാണ് ആ പ്രശ്നമുള്ളത്. നിങ്ങൾ ഇതിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുക. കഴിയുന്ന പോലെ നിങ്ങൾ ഈ കീം എഴുതുന്നവരാണെങ്കിൽ, എഴുതുന്നതല്ലാത്തവരാണെങ്കിലും, ഇനി കീമിനെ കുറിച്ച് ചിന്തിക്കാത്തവർ പോലാണെങ്കിലും മറ്റുള്ള കുട്ടികളുടെ അവകാശത്തിന് വേണ്ടി, വിദ്യാർത്ഥി അവകാശത്തിന് വേണ്ടി നിങ്ങളൊന്നും എന്ത് ചെയ്യുക? ഒന്ന് പോരാടുക. ഇത് എത്തിക്കേണ്ടടുത്തേക്ക് നിങ്ങൾ മാക്സിമം എത്തിക്കാൻ നോക്കുക. നമുക്ക് നോക്കാം. ഇതൊരു വിവാദമാക്കാനോ വെറുതെ ഒരു കുപ്രസിദ്ധി നേടാനുള്ള പരിപാടിയൊന്നുമല്ല. ഇത് എന്നെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് പറയേണ്ട കാര്യമാണ്. അത് ഞങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങളെ സൈഡിലാണ് ഡ്യൂട്ടി. നിങ്ങളിത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഇതിനൊരു നല്ലൊരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപാട് പേരെ കണ്ണീര് ഞാൻ കണ്ടു കഴിഞ്ഞു ഓൾറെഡി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഇനി വീണ്ടും തുടരാൻ വയ്യ. ഒന്ന് മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക.